പാലക്കാട് സമീപ സംസ്ഥാനമായ തമിഴ്നാടുമായി അതിർത്തി നിലനിർത്തുന്നു. ഈ ജില്ല തുടർന്നു. പാലക്കാട് നിന്നുള്ള സിനിമാ താരങ്ങളെ ഞാൻ ഇവിടെ പട്ടികപ്പെടുത്തുന്നു. കോയമ്പത്തൂരിൽ നിന്ന് 50 കിലോമീറ്റർ മാത്രം അകലെയാണ് പാലക്കാട്. 1. എം.ജി. രാമചന്ദ്രൻ, സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി മാറിയ തമിഴകത്തെ പ്രശസ്ത നടൻ. ഇന്നും തമിഴരുടെ ഹൃദയത്തിൽ ദൈവപദവി നേടിയിട്ടുള്ള അദ്ദേഹം കേരളീയനാണെന്ന് പലരും അഭിമാനത്തോടെ പറയുന്നു. ശ്രീലങ്കയിലെ കാണ്ടിക്ക് അടുത്തുള്ള നാവലപിദിയ എന്ന സ്ഥലത്ത് മരത്തൂർ ഗോപാലമേനോന്റെയും സത്യഭാമയുടെയും മകനായി എം.ജി.ആർ. ജനിച്ചു. പാലക്കാടിനടുത്ത് വടവന്നൂരുള്ള ഒരു നായർ കുടുംബത്തിൽ നിന്നായിരുന്നു എം.ജി.ആർ. എം.ജി.ആറിന്റെ മുത്തച്ഛൻ ശ്രീലങ്കയിലേക്ക് താമസം മാറുകയായിരുന്നു. പിതാവിന്റെ മരണശേഷം കുടുംബത്തിലെ ദാരിദ്ര്യം കാരണം എം.ജി.ആറിന് തുടർന്ന് പഠിക്കാൻ ആയില്ല. ഒറിജിനൽ ബോയ്സ് എന്ന നാടകസംഘത്തിൽ എം.ജി.ആർ. ചേർന്നു. ഇത് പിൽക്കാലത്തെ അഭിനയ ജീവിതത്തിനു എം.ജി.ആറിനെ സഹായിച്ചു. 2. രഘുവരൻ, ഈ മഹാനടൻ കോളിവുഡിലെ നായക നടനായിരുന്നു. പാലക്കാട് ജനിച്ച അദ്ദേഹം ഒരു അപകടത്തിൽ മരിച്ചു. അദ്ദേഹത്തിന്റെ അഭിനയ ശൈലി പ്രശംസനീയമാണ്. പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് താലൂക്കിൽ ചുങ്കമന്തത്ത് എന്ന ഗ്രാമത്തിൽ വി. വേലായുധൻ നായരുടെയും എസ്.ആർ. കസ്തൂരിയുടെയും മൂത്ത മകനായി 1958 ഡിസംബർ 11 ജനിച്ചു. കോയമ്പത്തൂർ സെന്റ് ആൻസ് മെട്രിക് സ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ രഘുവരൻ കോയമ്പത്തൂരിൽ തന്നെയുള്ള ഗോവ ആർട്സ് കോളേജിൽ ബിരുദ പഠനത്തിന് ചേർന്നെങ്കിലും കോഴ്സ് പൂർത്തിയാക്കിയില്ല. 3. പ്രിയാമണി, മലയാളം ഇതര സിനിമകളിലൂടെ പ്രശസ്തയായെങ്കിലും മലയാളിയാണ്. ഇപ്പോൾ കന്നഡ സിനിമയിൽ പ്രിയാമണി എന്ന പേരിലറിയപ്പെടുന്ന പ്രിയാമണി വാസുദേവ് മണി അയ്യർ. ജനനം -1984 ജൂൺ 4 പാലക്കാട്. ഒരു തെന്നിന്ത്യൻ ചലച്ചിത്രനടിയാണ്. ഒരു മുൻ മോഡൽ കൂടെയായ അവർ തെലുങ്ക്, കന്നഡ, തമിഴ്, മലയാളം, ഹിന്ദി ഭാഷാചിത്രങ്ങളിൽ അഭിനയിക്കാറുണ്ട്. 2007 പരുത്തിവീരൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് പ്രിയാമണിക്ക് ലഭിച്ചു. 2008 പുറത്തിറങ്ങിയ തിരക്കഥ എന്ന മലയാള സിനിമയിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള ഫിലിം ഫെയർ ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. 4. വിദ്യാ ബാലൻ, ഹിന്ദി, ബംഗാളി, മലയാളം എന്നീ ഭാഷകളിൽ അഭിനയിക്കുന്ന ഒരു ഇന്ത്യൻ ചലച്ചിത്ര അഭിനേത്രി ആണ് വിദ്യ ബാലൻ. ജനനം ജനുവരി 1, 1979. 1. പാലക്കാട് ജില്ലയിലെ പുത്തൂർ പൂതംകുറിശ്ശിയിലെ ഒരു അയ്യർ കുടുംബത്തിലാണ് വിദ്യ ബാലൻ ജനിച്ചത്. മുംബൈയിലെ ചെമ്പൂരിലെ സെന്റ് ആന്റണീസ് ഗേൾസ് ഹൈസ്കൂളിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. തുടർന്ന് സെന്റ് സേവിയേഴ്സ് കോളേജിൽ സോഷ്യോളജിയിൽ ബിരുദം നേടി. ദി ഡേർട്ടി പിക്ചർ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2011 മികച്ച നടിക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരവും കൂടാതെ 2014 പത്മശ്രീ പുരസ്കാരവും ഇവർക്ക് ലഭിച്ചു. മ്യൂസിക് വീഡിയോകളിലും സംഗീത നാടകങ്ങളിലും അഭിനയിച്ചുകൊണ്ടാണ് വിദ്യ ബാലൻ തന്റെ കലാജീവിതം ആരംഭിക്കുന്നത്. 1995 ഹം പാഞ്ച് എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെയാണ് വിദ്യയുടെ അഭിനയ ജീവിതത്തിന്റെ തുടക്കം. വിദ്യ സിനിമയിൽ ആദ്യമായി അഭിനയിച്ചത് ഒരു ബംഗാളി സിനിമയിലാണ്, ഭലോ ദേക്കോ. 2003 പരിണീത എന്ന സിനിമയാണ് വിദ്യ ബാലന്റെ ആദ്യത്തെ ഹിന്ദി സിനിമ. ഈ സിനിമയിൽ മികച്ച പുതുമുഖ നടിക്കുള്ള ഫിലിം ഫെയർ പുരസ്കാരം അവർക്ക് ലഭിക്കുകയുണ്ടായി. 5. തൃഷ കൃഷ്ണൻ, പാലക്കാട്ടുള്ള ഒരു അയ്യർ കുടുംബത്തിൽ കൃഷ്ണന്റെയും ഉമ കൃഷ്ണന്റെയും മകളായി ജനിച്ചു. ചെന്നൈയിൽ ഉന്നത വിദ്യാഭ്യാസം ചെയ്തു. 1999 മിസ് സേലം മത്സരത്തിൽ പങ്കെടുത്തു. 1999 തന്നെ മിസ് ചെന്നൈ, 2001 മിസ് ഇന്ത്യ മത്സരങ്ങളിൽ പങ്കെടുത്തു. ആദ്യകാലങ്ങളിൽ പരസ്യ ചിത്രങ്ങളിൽ അഭിനയിച്ചു തുടങ്ങി. കൂടുതൽ പാലക്കാടൻ വാർത്തകൾ, വിശേഷങ്ങൾ അറിയാൻ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.